കേരളത്തിലെ ചില സംഘടനകളായാലും പാർട്ടികളായാലും അതിൻ്റെ ചില മറവിൽ നിന്നുകൊണ്ട് തന്നെ ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന സംശയമുണ്ട്. SDPI അത്തരത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അതിനു മുമ്പ് പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ എത്രത്തോളം നടമാടി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ആലപ്പുഴയിലെ അവർ വിളിച്ച മുദ്രാവാക്യം നാടിനെ മുഴുവൻ നടുക്കുകയും വിറങ്ങലിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഭീതി പരത്തുന്ന മുദ്രാവാക്യമായിരുന്നു അത്. അരിയും മലരും കുന്തിരിക്കവും കരുതിക്കോ നിൻ്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട് എന്ന് ഒരു ഇളംമുറ പോപ്പുലർ ഫ്രണ്ടുകാരനെ കൊണ്ട് ഒരു മൂത്ത പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ തോളിൽ കയറ്റിയിരുന്ന് വിളിപ്പിച്ചത് ഇപ്പോഴും കേരളത്തിലെ ജനത മറന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ കേന്ദ്രം അതിശക്തമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കോഴിക്കോടും അതിശക്തമായ പ്രകടനവും ഒക്കെയായി രംഗത്ത് എത്തി. ഭീതി ജനിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഈ പോപ്പുലർ ഫ്രണ്ടുകാരാണ് ഒരു ചോദ്യപേപ്പർ വിവാദത്തിൽ പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈവെട്ടിയത്. ആ TJ ജോസഫ് വെറും മണ്ടനെന്നാണ് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന ഇപ്പോഴത്തെ CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ MA ബേബി പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള തീവ്രവാദികൾക്ക് കൂട്ടുനിന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മുന്നണി തന്നെ അല്ലേ. LDF ആയാലും UDF ആയാലും ഇത്തരത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്കെല്ലാം തന്നെ പിൻബലം നൽകുന്നുണ്ട്. ഇവരുടെ എല്ലാം തന്നെ വോട്ട് ബാങ്കിലാണ് അവരുടെ കണ്ണ്. പാലക്കാട് കോൺഗ്രസിൻ്റെ വൻ വിജയമുണ്ടായപ്പോൾ ഏറ്റവും അധികം ആഹ്ലാദ തിമിർപ്പ് നടത്തിയത് SDPI ആണ്. അവരുടെ ഏതാണ്ട് 10,000-ലധികം വോട്ട് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു എന്ന് അവർ തന്നെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ SDPIയും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തുടർച്ചയായിട്ട് മുമ്പോട്ട് പോകുന്ന ഒന്നായി തീർന്നിരിക്കുകയാണ്. അത് കേരളത്തിന് വലിയൊരു അപകടം ഉണ്ടാക്കി വയ്ക്കുന്നതാണ്. അതിലേക്ക് പോകുമ്പോൾ വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞതാണ്. അതായത് കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി വെൽഫെയർ പാർട്ടിയെയും SDPIയെയും ജമായത്തെ ഇസ്ലാമിയെ എല്ലാം തന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം തന്നെ വർഗീയ പാർട്ടികളാണ് എന്ന്. ഇത് പിണറായി വിജയൻ ഈ ഒരു മുസ്ലിം വിരുദ്ധത നടത്തുന്നതാണ്. അവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്നതാണ്. ആ മുസ്ലിം വിരുദ്ധത കാണിച്ചുകൊണ്ട് ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാം എന്നാണ് അദ്ദേഹം കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ അത് ശക്തമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നല്ലോ വെള്ളാപ്പള്ളിയെ കൊണ്ട് മലപ്പുറം പ്രസ്താവന നടത്തിച്ചത്. അതിനുശേഷം വെള്ളാപ്പള്ളിയെ ആദരിക്കുന്നു, അനുമോദിക്കുന്നു, നിലത്ത് വയ്ക്കാൻ തയ്യാറാകുന്നില്ല. താഴെ വെച്ചാൽ എറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുകയാണ് വെള്ളാപ്പള്ളിയെ. ഇപ്പോൾ ഈഴവ വോട്ടിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘങ്ങളെ കേരളത്തിൽ വളരെ നാശകരമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാക്കും എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ BS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുള്ളതാണ്. അബ്ദുൽ നാസർ മദനിയുമായിട്ട് വേദി പങ്കിട്ടവരാണല്ലോ പിണറായി വിജയൻ. മദനിയെ കാത്തിരുന്നതും ഒക്കെ നമ്മളുടെ മനസ്സിൽ നിന്ന് ആരും ഒന്നും മായ്ച്ചു കളയാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഏത് വർഗീയ കക്ഷിയുമായിട്ടും കൂട്ടുപിടിക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട് ഇവരെന്നുള്ളതാണ്. ഈ സമീപ സമയത്ത് SDPIയെ അവരുടെ സ്വത്തുക്കൾ പലതും കണ്ടുകെട്ടി അവരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു എന്ന് വാർത്തകളും ഒക്കെ വന്നുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ വരെ അറസ്റ്റ് ചെയ്തപ്പോഴും ഒരു മുന്നണികളും ഇതിലൊരു പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്.
അത് SDPIക്കാരെ തന്നെ വളരെയധികം രോഷാകുലരാക്കി മാറ്റി. കാരണം ആവശ്യങ്ങൾക്കൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള തങ്ങൾ എന്തുകൊണ്ട് ഇവിടെ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഈ വെൽഫെയർ പാർട്ടി ഇവർക്കെല്ലാം ഓരോ തരത്തിലുള്ള ഒരു മറയുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ തരത്തിലുള്ള അവർക്ക് കൂട്ടു നിൽക്കുന്നതാണ് SDPI. അവർ ആരോഗ്യ കൂട്ടായ്മയൊക്കെ ആയിട്ട് രംഗത്ത് വന്നു. ആരോഗ്യ കൂട്ടായ്മ എന്നൊക്കെ പറയുമ്പോൾ അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്നതാണ് എന്ന് നമ്മൾ കരുതത്തുള്ളൂ. പക്ഷേ അതിൻ്റെ മറവിലൊക്കെ മറ്റു ചില കാര്യങ്ങളാണ്. മുസ്ലിം കേന്ദ്രീകൃതമായിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ കൂട്ടായ്മ. അത് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനവും മറ്റും നൽകുന്ന ഒരു കൂട്ടായ്മ എന്നുള്ള പേരിലാണ് ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു ഇടമായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വെൽഫെയർ പാർട്ടി തന്നെ എന്താണ്, സാഹോദര്യ കേരള പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. അവർ പറയുന്നത് നാടിൻ്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണമെന്ന മുദ്രാവാക്യം ഉയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് തലസ്ഥാനത്ത് അങ്ങനെ തുടക്കമായി. ഈ സാഹോദര്യ കേരള പദയാത്രയെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിനകത്ത് അതൊക്കെ നല്ലതാണ്, സാഹോദര്യവും നല്ലതാണ്, കേരളം മുഴുവൻ പദയാത്ര നടത്തുന്നത് നല്ലതാണ്, പദയാത്ര നടത്തുന്നവരുടെ ആരോഗ്യത്തിന് നല്ലതാണ്, ദേഹം ഒന്ന് അല്പം അനങ്ങുന്നത് നല്ലതാണ്. പക്ഷേ ഈ പദയാത്രയിൽ മറ്റ് ചില ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പറയുന്നത്, ഇവർ ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കുന്ന നിയമനിർമ്മാണങ്ങളിലൂടെ ന്യൂനപക്ഷ വംശഹത്യ പദ്ധതികളാണ് കേന്ദ്രം നടപ്പിലാക്കുന്നതെന്നാണ് പറയുന്നത്. ഇതെല്ലാം കേന്ദ്രത്തിനെതിരെയുള്ള വലിയ ഒരു കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്ന മതഭീകരത, ഫാസിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ആ മതഭീകരത, ഫാസിസം എന്നൊക്കെ പറയുമ്പോൾ ഇവരെ LDF UDF അങ്ങ് നെഞ്ചേറ്റും എന്നറിയാൻ കൃത്യമായിട്ട്. ഇനി 2 തെരഞ്ഞെടുപ്പുകൾ വളരെ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരുടെ ഈ കേരള പദയാത്രയ്ക്കൊക്കെ തന്നെ ഒരു ശക്തി കൂട്ടാനും അങ്ങനെയുള്ള പദയാത്രകളുമായിട്ട് അവരൊക്കെ രംഗപ്രവേശം ചെയ്യും എന്നുള്ളതും ഉറപ്പാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം മാത്രം ആണെന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അവർ സാഹോദര്യ കേരള പദയാത്ര എന്നതിന് പേര് നൽകിയിരിക്കുന്നത്. പേരുകളിലൊക്കെ ഇത്തരത്തിലുള്ള വിശേഷണം സൂക്ഷിക്കണം. ആരോഗ്യ കൂട്ടായ്മയിൽ കേരളം ചർച്ച ചെയ്തതാണ്. അത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി തന്നെയാണ് വെളിപ്പെടുത്തിയത്. അതുപോലെ ഈ സാഹോദര്യം എന്ന് പറഞ്ഞ് നടത്തുന്ന പദയാത്രയും അപകടമുണ്ടോ എന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു.